ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഫെബ്രുവരി എൻഡിൽ ലാസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോയിൽ ഫെബ്രുവരി എൻഡിലേക്ക് ഞാൻ ന്യൂസിലൻഡിലെ സിറ്റുവേഷൻസ് അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല. കാരണം ആ സമയത്ത് എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ആൻസർ ഇല്ലായിരുന്നു. എന്താണ് നിങ്ങളോട് പറയേണ്ടതെന്ന് ഉള്ളൊരു ഇല്ലായിരുന്നതുകൊണ്ടാണ് ഞാൻ ആ സമയം ചെയ്യാതിരുന്നത്. പിന്നീട് ഫാമിലിയെ കൊണ്ടിരുന്ന തിരക്കും അങ്ങനെയൊക്കെയായി അത് ചെയ്യാൻ പറ്റിയില്ല. എനിവേ, ഇന്ന് ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര സന്തോഷമുള്ള കാര്യമല്ല എങ്കിൽ പോലും എൻ്റെ ഡിസംബർ 5 എൻ്റെ ക്യാപ്പ് കഴിഞ്ഞ് എനിക്ക് ജോബ് ഉണ്ടായിരുന്നത് കൊണ്ട് ജനുവരി എൻഡിലേക്ക് ഞാൻ ജോലിക്ക് കയറി. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിന് ഇപ്പോൾ പോലും കുറച്ച് പേർക്കൊക്കെ കിട്ടാൻ ബാക്കിയുണ്ട്. എങ്കിലും കുറേ ഫ്രണ്ട്സിന് കിട്ടി. പക്ഷേ അത് നിങ്ങൾ ഓർക്കണം, അറൗണ്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ 4 മാസം അല്ലെങ്കിൽ മാർച്ച് എൻഡ് കൊണ്ടൊക്കെയാണ് മിക്കവാറും ആൾക്കാർക്ക് കിട്ടിയതൊക്കെ. അപ്പോൾ ഒരു 3-4 മാസം എക്സ്ട്രാ നിന്ന് ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും അപ്ലൈ ചെയ്തൊക്കെയാണ് നമ്മൾ ആ ജോലി കിട്ടിയേക്കുന്നത്. ചെറിയ ക്ലിനിക്കുകളിലും പിന്നെ കുറേ പേർക്ക് കിട്ടാത്തവർ ഓസ്ട്രേലിയക്ക് വേണ്ടി ട്രൈ ചെയ്തു. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പം നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരാനുള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ്, പെട്ടെന്ന് ജോലി കിട്ടാനുള്ളൊരു സിറ്റുവേഷൻ ഇപ്പോഴും നമ്മുടെ ന്യൂസിലൻഡിലില്ല. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു 10 വേക്കൻസി ഉണ്ടെങ്കിൽ 10,000 റെസ്യൂംസ് ആയിരിക്കും വരുന്നത്. ആ 10,000 പേരിൽ നിന്ന് 10 പേർക്ക് കിട്ടുന്നുണ്ട്. അപ്പം കുറച്ച് പേര് കിട്ടുന്നുണ്ട് എന്ന് പറയുമെങ്കിലും നമ്മുടെ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇപ്പോഴും കിട്ടാത്തവരാണ്. അപ്പം അങ്ങനെയുള്ള പകുതി മുക്കാലും പിള്ളേരിപ്പം ഓസ്ട്രേലിയ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനാണെങ്കിൽ പോലും നമ്മളിപ്പം ഇവിടെ വന്നിട്ട് ക്യാപ്പ് ചെയ്തിട്ട് ഇവിടെ തന്നെ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ഭയങ്കര പാടാണ്. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അവസ്ഥ കണ്ടതാണ്. കാരണം ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു അവർ. ഈ 3 മാസം നമ്മളിവിടെ നിൽക്കിയാലേ മിനിമം 4-5 മാസത്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാതെ നിങ്ങളിങ്ങോട്ട് വരരുത്. കാരണം നമ്മളങ്ങനെ ഏറ്റവും കുറച്ച് ചിന്തിച്ച് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നത് കാണുമ്പം ഉള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് പറയുന്നത്. ഒരു 4-5 മാസത്തേക്കുള്ള നമുക്കിവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ന്യൂസിലൻഡിൽ തന്നെ ജോലി എടുക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ. അതല്ല പിന്നെ ഇപ്പോഴത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വെച്ച് ഇനി വരുന്ന ഓസ്കിക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അവിടെ ഒരു 10 ദിവസം കണ്ട് ഇവിടെ വന്ന് നിന്ന് എക്സാം എഴുതി പോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഇനിയിപ്പോൾ ക്യാപ്പിന് വരുന്നവരാണെങ്കിൽ എന്താണെങ്കിലും നമ്മുടെ കയ്യിൽ എമൗണ്ട് എന്താണെങ്കിലും എക്സ്ട്രാ ഉണ്ടായിരിക്കണം. മിനിമം ഒരു 200 രൂപ വെച്ചെങ്കിലും നമ്മൾ സിംഗിൾ അക്കോമഡേഷനിൽ താമസിക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം. 200 പ്ലസ് ഫുഡ് ഒക്കെ കൂട്ടി ഒരാഴ്ച നമുക്ക് ചിലവാകുന്ന ആ ഒരു എമൗണ്ട് നമുക്ക് കയ്യിലുണ്ടായിരിക്കണം. പ്ലസ് നമ്മളെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇൻ കേസ് ജോബ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് നമ്മുടെ ഇവിടുത്തെ വിസയുടെ കാലാവധി അപ്പോഴത്തേക്കും തീരുകയല്ലേ. ആ സമയമാകുമ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള വേറെ പൈസ വേണം. പിന്നെ ഇൻ കേസ് മെഡിക്കലൊക്കെ എക്സ്പയർ ആയെങ്കിൽ വീണ്ടും ജോബിന് വേണ്ടിയിട്ടൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വിസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ മെഡിക്കൽ വീണ്ടും ചെയ്യാൻ പറയും. അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഫിനാൻഷ്യലി നിങ്ങൾ സെക്യൂർ ആണെങ്കിൽ മാത്രമേ ഇവിടെ ന്യൂസിലൻഡിൽ വന്ന് പിടിച്ച് നിന്നൊരു ജോലി കണ്ടെത്താനായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ അത് ചിലപ്പോൾ സിറ്റുവേഷൻസ് മാറാം, പെട്ടെന്ന് വേക്കൻസീസ് വരാം. അതൊന്നും അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഞാനും വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. നമുക്ക് ന്യൂസിലൻഡിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. പിന്നെ എന്താണെങ്കിലും ബേസിക്കായിട്ട് നിങ്ങൾ ഓർക്കുക, ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കാനാണെങ്കിൽ കുറച്ച് എമൗണ്ട് എന്താണെങ്കിലും കൈ വേണം. പിന്നെ ഏറ്റവും അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളും നമുക്ക് കഴിവുള്ളത് കൊണ്ടാണല്ലോ നമ്മളിവിടെ എത്തിയത്. അപ്പം നമ്മൾ നല്ലൊരു റെസ്യൂം ഒപ്പം തന്നെ തയ്യാറാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു കവർ ലെറ്റർ, ഇതിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങളെ അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം അവർക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, 10 വേക്കൻസിക്ക് 10,000 ആൾക്കാരായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ 10,000 റെസ്യൂമിൽ നിന്ന് അവർക്ക് നിങ്ങളെ സെലക്ട് ചെയ്യാം. അപ്പം നമ്മുടെ ബയോഡേറ്റ ഫസ്റ്റ് അവരുടെ അടുത്ത് ചെല്ലുന്നത് നമ്മുടെ ബയോഡേറ്റ. അപ്പോൾ അവരതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആദ്യം തന്നെ സെലക്ഷൻ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. ഈ 10,000 പേരെ അവരൊരിക്കലും ഇൻ്റർവ്യൂവിന് വിളിക്കില്ലല്ലോ. അപ്പം അത്രയും നല്ലൊരു ബയോഡേറ്റയും കവർ ലെറ്ററും തയ്യാറാക്കി വെക്കാൻ ശ്രമിക്കുക. നമുക്ക് കിട്ടുന്നൊരു ചാൻസ്, നമ്മളെ അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ മാക്സിമം
നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അതിൽ നിങ്ങൾ എന്ത് കഴിവ് കാണിക്കുന്നോ അതിനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് ജോലി കിട്ടുന്നത്. അപ്പം ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക. അതിങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മളുടെ പഠിച്ച കാര്യങ്ങൾ അങ്ങനെയുള്ളൊന്നുമല്ല, സിറ്റുവേഷൻസും കാര്യങ്ങളും. നിങ്ങൾക്കതൊക്കെ ഈ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നുണ്ട്. ഇതൊരു ഒഫീഷ്യൽ ആയിട്ടല്ല ചെയ്യുന്നത്, വെറുതെ നിങ്ങൾക്കറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ടൈം പാസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഇതിപ്പം ആർക്കെങ്കിലും യൂസ് ആവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എനിക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഇൻ്റർവ്യൂസ്, ഈവൻ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴാണെങ്കിലും ഒക്കെ ഈ ഇൻ്റർവ്യൂകൾ ഈ യൂട്യൂബിലുള്ളതൊക്കെ തന്നെ റെഫർ ചെയ്തിരുന്നു. അപ്പം ഓരോ സിറ്റുവേഷൻസ് ആയിരിക്കും അവർ തരുന്നത്. നമ്മളെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, നല്ലൊരു ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കി വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരുപാട് എന്ന് വിചാരിച്ച് ഇത്രയും പൈസ വേണം, നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഓർത്തൊരിക്കലും തളർന്നു പോകല്ലെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് നമുക്കത് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആവും. കാരണം നിങ്ങൾക്കറിയാമല്ലോ, കുറച്ച് നാളിനുള്ളിൽ നമുക്കത് ഇനീഷ്യലി കുറച്ച് സ്ട്രഗിൾ ചെയ്യും. എന്താണെങ്കിലും നമ്മൾ വേറെ സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുക, അവിടേക്ക് നമ്മളൊരു വീട് എടുക്കുമ്പോഴും പാർട്ട്ണറെ കൊണ്ടുവരുന്നതിലൊക്കെ നമുക്ക് കുറേ എമൗണ്ട് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഏതായാലും 3 മാസം അല്ല 6 മാസം നമ്മൾ തന്നെ നിൽക്കാനായിട്ട് തയ്യാറായിട്ടൊക്കെ ആയിരിക്കും ഇങ്ങോട്ട് വരുന്നത്, അല്ലേ? അപ്പം അങ്ങനെ ഇപ്പം പൈസയ്ക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പാർട്ട്ണറിനെ അല്ലെങ്കിൽ കൊച്ചിനെയൊക്കെ കൊണ്ടുവരാനായിട്ടുള്ള അത് ഇച്ചിരി ലേറ്റാക്കി വെക്കുക. കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് നന്നായിട്ടറിയാം, അവർ പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിചാരിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയ്യിലൊരു രൂപ പോലും ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഇവിടെ നിന്നൊരു 3-4 മാസം തന്നെ നിന്ന് ജോലി ചെയ്തിട്ടാണെങ്കിൽ ആ 4-5 മാസത്തെ നമ്മുടെ കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കധികം ചിലവാകുന്നില്ല. നമ്മൾ തന്നെയാണ് നിൽക്കുന്നത്, നമുക്ക് സാലറി നല്ലതായിട്ടുണ്ട്. അപ്പം നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം പെട്ടെന്ന് കൊണ്ടുവരാം. അതൊരു 3-4-5 മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി പ്രോബ്ലം ഉള്ളവർക്ക് അത് ഒരു ഹെൽപ്പായിരിക്കും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ബുദ്ധിപൂർവ്വം എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ഇമോഷണലി ഇതാകാതെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ക്യാപ്പ് അല്ലെങ്കിൽ ഓസ്കി ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ നിലവിൽ ഇപ്പോൾ ഓപ്ഷനുണ്ട്, ഇഷ്ടം പോലെ വേക്കൻസീസും കാര്യങ്ങളും ഒക്കെ എപ്പോഴും കാണാൻ പറ്റും. നല്ലൊരു ഈ കോഴ്സ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അഫ്ര രജിസ്ട്രേഷൻ എടുത്ത് അവിടേക്ക് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അവിടേക്ക് നോക്കുമ്പോഴാണ് എപ്പോഴും എൻ്റെ ചെറിയ അറിവിൽ വെച്ച് ഞാൻ പറയുകയാണ്, മാക്സിമം PR-ഓടുകൂടിയൊക്കെ പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഏജൊക്കെ ഉള്ളവരാണെങ്കിൽ 45 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് PR കിട്ടാനൊന്നും ബുദ്ധിമുട്ടാണ്. അപ്പം ആ ഏജ് ലിമിറ്റും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് ആദ്യമേ തന്നെ PR-ഓടെ പോകാൻ വേണ്ടി ശ്രമിക്കുക. അതിന് നല്ല നല്ല റിക്രൂട്ടിങ് ഏജൻസീസ് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെയൊക്കെ. അപ്പോൾ നമ്മൾ അഫ്ര കഴിഞ്ഞിട്ട് ആൻമാർക്ക് ചെയ്തിട്ടാണ് പോകേണ്ടത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ നല്ലൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇൻ കേസ് നിങ്ങൾക്ക് ഈവൻ ലോൺ എടുത്താണെങ്കിൽ പോലും നമ്മുടെ ഫിനാൻഷ്യലി മാനേജ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ ഒരിക്കലും പറ്റത്തില്ല എന്ന് വിചാരിച്ച് ഇരിക്കരുത്. നമ്മുടെ സ്വപ്നങ്ങളെ അടിച്ചമർത്താനോ മറ്റുള്ളവർ പറയുന്നത് കേട്ട ഒരു ഓപ്ഷനില്ല, അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, അങ്ങനെ ഒരിക്കലും ചിന്തിക്കില്ല. എപ്പോഴും ഉണ്ട്. പക്ഷേ ആരാണോ കുറേ ഒക്കെ സഫർ ചെയ്ത് ടോളറേറ്റ് ചെയ്ത് ആ ഒരു സിറ്റുവേഷത്തെ ഓവർകം ചെയ്യാൻ സാധിക്കുന്ന അവർക്ക് അവിടെ എന്താണേലും ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഓക്കെ, എന്ന് വിചാരിച്ചു ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് ഫിനാൻഷ്യലി ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ ഒരു കാര്യം മാത്രം എനിക്ക് കൃത്യമായിട്ട് നിങ്ങളോട് പറയാൻ പറ്റും. എനിവേ, എല്ലാവർക്കും നന്മകൾ മാത്രം നേരുന്നു. എല്ലാവർക്കും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന, ഇവിടേക്ക് വേണ്ടി വരാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.